ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു കോടതി. സംഭവത്തിൽ പ്രതികരണവുമായി എ ഡി തോമസ് എംഎൽഎയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും രംഗത്തെത്തി. ഇത് നിരാശാജനകമായ ഒരു വിധി ഉണ്ടാകുമ്പോഴും ഈ നിയമ പോരാട്ടം ഏതറ്റം വരെയും തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടുപേരും അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുജനങ്ങളും തയ്യാറാണ്. അതിന് പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ വലിയ പിന്തുണയുണ്ട്, കേരളത്തിലെ പൊതുജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇന്നത്തെ വിധിയിൽ കടുത്ത നിരാശയും ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട്. പക്ഷേ ഇത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. നിയമ വിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. അപ്പോൾ ഏത് വകുപ്പ് ചുമത്തണമെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു അവകാശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 3 വർഷത്തോളമായി നടക്കുന്ന ഒരു നിയമ പോരാട്ടമാണ്. ഈ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി അവസാനത്തെ ഒരു മാസം UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്നു തുടങ്ങിയത് തന്നെ. അതിനു മുമ്പ് പോലീസ് അന്നത്തെ ADGPയുടെ നേതൃത്വത്തിൽ നടത്തിയ കൃത്രിമവും അത്തരത്തിലുള്ള വസ്തുതകൾ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അന്വേഷണം ശരിയായ ദിശയിലാണ്. ഇത് ജാമ്യം നൽകുന്നത് കൊണ്ട് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നിയമപരമായി മുമ്പോട്ട് പോകുവാനാണ്. ഇതിൻ്റെ അവസാനം എത്ര സമയമെടുത്തിട്ടാണെങ്കിലും എത്രയൊക്കെ യാതനകൾ ഇതിൻ്റെ പിന്നിൽ സഹിക്കേണ്ടി വന്നാലും അവസാന നിമിഷം വരെയും പോരാടി നീതി നേടുന്നത് വരെ പോരാടാനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം. അപ്പോൾ ഈ കോടതിയുടെ ഒരു സ്വഭാവം അത് ഇന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലെ പല കാര്യങ്ങളും പഠിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് പറയുന്നതിൽ പല പരിമിതികളുമുണ്ട്. പക്ഷേ അജയ് അത് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലുമില്ല. SIT സത്യസന്ധമായും യുക്തമായ രീതിയിലുമാണ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോയത്. SITയുടെ ഇടപെടലിൽ യാതൊരു വീഴ്ചയും ഉള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. മറിച്ച് വീഴ്ച ഉണ്ടായത് എവിടെയാണെന്ന് ഈ കോടതിയുടെ നടപടിക്രമങ്ങൾക്കിടയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. തീർച്ചയായും വിശദമായ വാദം കേട്ട വിശദമായ ഓർഡർ വായിച്ച ശേഷം എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുന്നത്, നിയമപരമായി എന്ത് നടപടിയാണ് എടുക്കാൻ സാധിക്കുന്നത്, ആ നടപടികളായി മുമ്പോട്ട് പോകും. തീർച്ചയായും നേരത്തെ തോമസ് സൂചിപ്പിച്ചു, ചില കാര്യങ്ങളിൽ ഔചിത്യം ഉണ്ടാവണം. ചില കാര്യങ്ങളിൽ, അതായത് ആരാണ് ചില നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അതിക്രമമായി പോകുമെന്നുള്ളതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് പറയുന്നത്. നമ്മളൊരു ചില കേസുകളിൽ വിധി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ ഒരു ജഡ്ജി ചില കേസുകളിൽ വിധി പറയേണ്ടി വരുമ്പോൾ ചില കേസുകൾ മാറ്റാറുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ആ കേസിലെ പെൻഡ്രൈവുമായി ബന്ധപ്പെട്ടൊരു കേസിൽ എന്തുകൊണ്ട് അന്ന് മുമ്പിൽ വന്നത് ജഡ്ജി ആ കേസ് ഞാൻ കേൾക്കാൻ തയ്യാറല്ല, അത് മാറ്റണമെന്ന് ആവശ്യപ്പെടേണ്ട കാര്യം എന്താണ്? അത്രയേ ഉള്ളൂ എനിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട്. ഈ വിഷയത്തിൽ അവരുടെ പശ്ചാത്തലം നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ പശ്ചാത്തലം എന്താണെന്നും അവരെ വളരെ ബഹുമാനത്തോടെ കാണുന്നു. ഒരിക്കലും അവർ അനീതിയായി ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആ ഓർഡർ ഒന്ന് വായിക്കട്ടെ, അതിനുശേഷം വിശദമായി നമ്മൾ സംസാരിക്കുന്നതാണ്.